ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചേമ്പില തോരനാണ്. ചേമ്പില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ഏത് തരം ചേമ്പിൻ്റെ ഇലയാണ് തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. വെള്ള ചേമ്പിൻ്റെ അല്ലെങ്കിൽ ചീരച്ചേമ്പ് എന്ന് പറയുന്ന ചേമ്പിൻ്റെ ഇലയാണ് തോരൻ കറി ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിൽ കാണുന്ന ചേമ്പ്. ഈ ചേമ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് കിഴങ്ങുണ്ടാവില്ല, വിത്ത് അല്ല കിഴങ്ങുണ്ടാവില്ല. മറ്റ് ചേമ്പുകൾക്കൊക്കെ കിഴങ്ങുണ്ടാകും. ഈ ചേമ്പിൻ്റെ ഇല മാത്രമല്ല തണ്ടും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നത് കറുത്ത തണ്ടുള്ള ചേമ്പാണ്. ഇതിൻ്റെ ഇലയും തണ്ടും ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിൽ കാണുന്ന ഈ പച്ച തണ്ടുള്ള ചേമ്പിൻ്റെ പേരാണ് ചീനിച്ചേമ്പ്. ഈ ചേമ്പിന് കിഴങ്ങുണ്ടാകും. ഇതിൻ്റെ തണ്ട് നമ്മൾ ഇല തോരൻ കറി വയ്ക്കാൻ ഉപയോഗിക്കും, പക്ഷേ ഇതിൻ്റെ ഇല ഉപയോഗിക്കില്ല. ഇത് വെള്ള ചേമ്പാണ്. ഇതിൻ്റെ ഇല വേണം തോരൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇതിൻ്റെ തണ്ടും നമ്മൾ കറി വയ്ക്കാൻ എടുക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കിഴങ്ങുണ്ടാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ചേമ്പില തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ ചേമ്പിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഞരമ്പിൽ നിന്നും ഇതിൻ്റെ ഇല ഭാഗം അടർത്തിയെടുക്കണം. നമ്മൾ ഇല അടർത്തിയെടുത്തതിന് ശേഷം അടർത്തിയെടുത്ത ഇലയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് 2 പിടി തേങ്ങ ചിരകിയത്, കൈപ്പിടി തേങ്ങ ചിരകിയത് മതിയാകും. ചുവന്നുള്ളി ഒരു 3-4 എണ്ണം, പിന്നെ പച്ചമുളക് 3-4 എണ്ണം, അത്രയും മതിയാകും. പിന്നെ കറിവേപ്പില 2-3 തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാം. നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടാം. കറിവേപ്പിലയും തേങ്ങയും ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. എന്നിട്ട് നമുക്കിത് ഒരു പാന് അല്ലെങ്കിൽ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടാം. അത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഈ യോജിപ്പിച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ഇടാം. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ തോരൻ കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല, ഒട്ടും വെള്ളവും ഒഴിക്കുന്നില്ല. മൂടി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തോരൻ കറി റെഡി ആയിട്ട് കിട്ടും. വളരെ രുചികരമായ ഒരു വിഭവമാണ് ചേമ്പില തോരൻ. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം.